ഹായ്, എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ചില മനുഷ്യർ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നാറില്ലേ? അതായത് അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മടുപ്പ് തോന്നാറില്ല. അങ്ങനെ ഈ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പം അതിനകത്തെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആഡ് ഫ്യൂൽ ടു ദ ഫയർ. കേട്ടിട്ടുണ്ടോ? എരുതിയിൽ എണ്ണ ഒഴിക്കരുതെന്ന് നമ്മളെല്ലാവർക്കും പരിചയമുള്ളൊരു പഴഞ്ചൊല്ലാണ് അല്ലേ? നമ്മുടെ അടുത്തൊരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യമായിട്ട് അവരുടെ എന്തെങ്കിലും ഒരു വിഷമം നമ്മളോട് ഷെയർ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ അതിൽ കുറച്ചും കൂടെ എന്താ പറയുക മസാലയൊക്കെ ഇട്ട് കൊടുത്ത് അവരെ പ്രശ്നത്തിലാക്കാതെ അതിൽ പ്രശ്നമൊന്നും ഇല്ലാതാക്കി അവരുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം വീണ്ടും അവർക്ക് നമ്മുടെ അടുത്തോട്ട് ഒന്ന് സംസാരിക്കാൻ വരാൻ തോന്നും. സപ്പോസ് പറയുകയാണെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുക. സപ്പോസ് പറഞ്ഞാൽ ഷുഗർ ആയിക്കോട്ടെ. എടി, ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഷുഗർ നോക്കിയപ്പം എനിക്ക് ഷുഗർ കൂടുതലായിട്ടുണ്ട്, അപ്പോൾ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ നമ്മളടുത്തൊന്ന് പറയുക. അപ്പം ഈ കാര്യത്തെ രണ്ട് രീതി കാണുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഒരു കൂട്ടർ പറയും അത് പ്രശ്നമൊന്നുമില്ല, നീ ഇപ്പോൾ ഏതെങ്കിലും ആവശ്യത്തിന് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുന്ന സന്ദർഭങ്ങളിൽ ചെറുതായിട്ട് ഷുഗർ കൂടിയിട്ടുണ്ടാവും, നീ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്തിട്ട് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് നീ ഒന്ന് കൺട്രോൾ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമോ, അത് പ്രശ്നമുള്ള കാര്യമില്ല, നീ കൂടുതൽ വറി ചെയ്യേണ്ടെന്ന് പറയുന്ന ഒരു തരം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വേറൊരു തരം ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ ഷുഗർ ഉണ്ട് എന്ന് ചെന്ന് പറയുമ്പോൾ തന്നെ അയ്യോ ഷുഗറോ ഈ പ്രായത്തിലോ, നീ കൺട്രോൾ ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നത്തിലോട്ട് നീ പൊയ്ക്കൊണ്ടിരിക്കുക, ഷുഗർ വന്നു കഴിഞ്ഞാൽ ജീവിതം തൊലഞ്ഞ്, ഈ പ്രായത്തിൽ ഷുഗർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് എന്നിങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഈവൻ അവർക്ക് ഷുഗർ ഇല്ല എങ്കിൽ പോലും അവരുടെ ഉള്ളിലേക്ക് ഭയങ്കര സ്ട്രെസ്സ്, എരുതിയിൽ നമ്മൾ എണ്ണ ഒഴിച്ച് ഒന്നും കൂടെ ആളിക്കത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് പിന്നെയും എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റും. അപ്പം എരുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ എന്താണെന്നറിയും, നാച്ചുറലായിട്ട് സംസാരിക്കാം. ഈ പറയുന്ന പോലെ ചില വ്യക്തികളിൽ സംസാരം കേൾക്കുന്നത് നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മൾ ആ വ്യക്തിനെ കോപ്പി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പം അവർ സംസാരിക്കുന്ന അതേ സുഖം അല്ലെങ്കിൽ അതേ ഒരു കണ്ടിന്യൂറ്റി, അതേ ഒരു ഫ്ലോ, നമുക്ക് നമ്മുടേതായ ശൈലിയുണ്ട്, നമുക്ക് നമ്മുടേതായ സൗണ്ട് ഉണ്ട്. എൻ്റെ സൗണ്ട് ചിലപ്പം മറ്റുള്ളവർ സംസാരിച്ചാൽ അത് അത്രയും നന്നായിരിക്കണമെന്നില്ല. അവരുടെ രീതി അല്ലെങ്കിൽ അവരുടെ സൗണ്ട് നമുക്ക് വരണമെന്ന് വിചാരിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം നാച്ചുറലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതായിരിക്കും കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എന്താ പറയുക സുഖമായിട്ട് മനസ്സിലാവാൻ പറ്റുന്നത്. മൂന്നാമത്തേന്ന് പറയുമ്പോൾ ജഡ്ജിങ്. അതായത് നമ്മൾ ഊഹിച്ച് പറയില്ലേ, നമ്മൾ നേരത്തെ ഒരു വ്യക്തിനെ കാണുമ്പോഴേ പറയും ഇവനെ അങ്ങനെ ആയിരിക്കണം, ഇവളിങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യില്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അത് ഒരു കാര്യം അറിയാതെ നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ജഡ്ജ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളിരുന്ന് ജഡ്ജ് മറ്റുള്ളവരെ ചെയ്യുമ്പോൾ നാളെ നമ്മളെയും അവരുടെ കൂട്ടത്തിലിരുന്ന് നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കറിയാത്ത കാര്യത്തെ പറ്റി നമ്മൾ കൂടുതൽ ജഡ്ജ് ചെയ്യാത്തതായിരിക്കും നല്ലത്. അതായത് സപ്പോസ് ഞാൻ പറയാം, ബിഗ് ബോസ് ഞാൻ അങ്ങനെ കാണാറില്ല, പക്ഷേ ഈ റിനീഷയൊക്കെ ഉള്ള ഒരു വർഷത്തെ ബിഗ് ബോസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് റിനീഷ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരിനെ ക്യാരക്ടർ അതിനകത്ത് നിൽക്കുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ആ ഫേസ് എൻ്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പം അതുപോലൊരു വ്യക്തിനെ ഞാൻ കണ്ട്, അത് യൂട്യൂബിൽ തന്നെ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ദിൽന ജോൺ എന്നാണ് പേര് കേട്ടോ. അപ്പം എനിക്ക് ഈ പുള്ളിക്കാരിയുടെ വീഡിയോ കണ്ടപ്പോണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടും എനിക്ക് എന്തോ അറിയാവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് അറിയില്ല, ഫസ്റ്റായിട്ട് ഞാൻ കാണുക, പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം. അതായത് ഈ പുള്ളിക്കാരി എന്ന് പറയുമ്പം ആ റിനീഷയുടെ ഫേസ് കൊണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. അപ്പോൾ അതും ജഡ്ജിങ്ങിൻ്റെ രീതിയിൽ വരുന്നതാണ് അല്ലേ? അതായത് ഇപ്പം നമ്മുടെ അമ്മേനെ പോലെ ഇരിക്കുന്ന ഒരാളെ നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഇഷ്ടപ്പെടുക. അത് അവരുടെ സ്വഭാവമോ ക്യാരക്ടറോ ഒന്നും അറിഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ അമ്മയുടെ ഒരു ഫേസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഈ ദിൽനെന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് അതിനെ അറിയില്ല, എനിക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ആ റിനീഷിനെ ഇഷ്ടമുള്ളതായത് കൊണ്ടാണ് എനിക്ക് ദിൽനെ നന്നായിട്ട് ഇഷ്ടം. അവരുടെ വീഡിയോ ഞാൻ ഫുൾ കാണും, എനിക്കെന്തോ ഇഷ്ടമാണ്. ആ ഒരു ഫേസ് കട്ട് കൊണ്ടാണ് എനിക്ക് ഈ കുട്ടീനെ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നുന്നത്. അപ്പോൾ ജഡ്ജിങ് എന്ന് പറയുമ്പോൾ അതും ഇതിനകത്ത് വരുന്നൊരു കാര്യം. നമ്മൾ ഒരു വ്യക്തിനെ നേരത്തെ കണ്ടിട്ട് അങ്ങനെയാ അല്ലെങ്കിൽ ഇത് ചീത്തയാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ? നാലാമതായിട്ടുള്ള നെഗറ്റിവിറ്റി. നമ്മൾ പറയില്ലേ ദേ ദുരന്തം വരുന്നെന്ന് പറയില്ലേ? അതായത് ചിലവർ നമ്മളെ കാണുമ്പോഴേ ഭയങ്കര ദുരന്തം പറച്ചിലായിരിക്കും, അയ്യോ ഭയങ്കര ക്ഷീണമാണ്, എണ്ണിക്കാൻ വയ്യ, ഭയങ്കര ചൂടാണ്, പിന്നെ എന്താ ദേഹം വേദനയാണ്, തലവേദനയാണ്, നിനക്ക് എന്ത് പറ്റി ക്ഷീണം ഉണ്ടല്ലോ എന്നൊക്കെ പറയും. ഈവൻ നമുക്ക് ക്ഷീണമില്ലെങ്കിൽ പോലും
നമുക്കിപ്പോൾ ചെറിയൊരു ക്ഷീണം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവർക്കറിയില്ലായിരിക്കും അവരിങ്ങനെ നെഗറ്റീവാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ എപ്പോഴും ഒരു ഇതായിരിക്കും, ഈ അങ്ങോട്ട് പോകല്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ്, അന്നത്തെ നമ്മുടെ ദിവസം പോവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് പറയണം എന്നല്ല, പക്ഷേ കൂടുതലും നെഗറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കുവാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോട് സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ സംസാരം കേട്ടിരിക്കാനും ഒക്കെ കുറച്ചും കൂടെ ഇഷ്ടമായിരിക്കും. അഞ്ചാമത്തേതെന്ന് പറയുമ്പോൾ കംപ്ലയിൻസ്. എപ്പോഴും ഇങ്ങനെ കംപ്ലയിൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് പരാതിപ്പെട്ടി എന്ന് പറയില്ലേ. അതായത് എനിക്ക് തോന്നുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ ഞാനും അങ്ങനെയായിരുന്നു. അതായത് എന്നോട് അങ്ങനെ ചെയ്തില്ല, നീ പോയപ്പോൾ പറഞ്ഞില്ല, വന്നപ്പോൾ പറഞ്ഞില്ല, അങ്ങനെയല്ല. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ സാധനം ആയിക്കോട്ടെ, ഒരു പെന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നമ്മളെ ചെറിയ ചെറിയ സാധനങ്ങൾ, ഒരു ക്ലിപ്പ് ആയിക്കോട്ടെ, എങ്കിലും നീ കളഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടുന്നതിന് വരെ എനിക്ക് സമാധാനമില്ല. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന, എൻ്റെ അടുത്ത് ഞാനുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എൻ്റെ കാണുന്നില്ല, അത് എവിടെ പോയി കാണും. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ കിട്ടും, നീ ഇങ്ങനെ ഇതാവാതെ എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും, അവർക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. അപ്പം അവരെന്നെ വിളിക്കും പരാതിപ്പെട്ടിയാണ്. ആറാമത്തെ ആയിട്ട് പറയുന്നത് എക്സ്ക്യൂസസ് ആണ്. എപ്പോഴും ചില മനുഷ്യർക്ക് എക്സ്ക്യൂസസ് ഉണ്ടാവും. അതായത് നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഒരു സമയം പറഞ്ഞെന്ന് വെച്ചോ, 10 മണിക്ക് ഇറങ്ങണം, നീ റെഡിയായി നിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണി കഴിഞ്ഞ് 10:30 ആയാലും അവർ റെഡി ആവില്ല. അതായത് അവർക്ക് ഓരോ എക്സ്ക്യൂസസ് ഉണ്ട്. അത് വന്നപ്പോൾ ഇങ്ങനെ ശരിയായില്ല, രാവിലെ എണീറ്റപ്പോൾ അങ്ങനെ പറ്റി, ഇങ്ങനെ പറ്റിയെന്ന് എപ്പോഴും എക്സ്ക്യൂസസ് ഉണ്ടാവും. എനിക്കും ചില കാര്യങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഈ ഫോൺ ഇങ്ങനെ വിളിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇച്ചിരി പുറകോട്ടാ. എന്തോ എനിക്ക് ഇങ്ങനെ മൂഡ് തോന്നുന്ന സമയത്താണ് എനിക്ക് ഫോൺ വിളിക്കാൻ പറ്റുക. അപ്പോൾ ആ കാര്യം കറക്റ്റായിട്ട് എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സ്ക്യൂസസ് പറയും. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ മുൻഗണന ആണല്ലോ, നമുക്ക് പ്രയോറിറ്റി ആയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കാറില്ലല്ലോ. അപ്പം അങ്ങനെ എപ്പോഴും എക്സ്ക്യൂസസ് പറയാതിരിക്കുവാണെങ്കിൽ ഈ കേൾക്കുന്നവർക്ക് അറിയാം നമ്മൾ പറയുന്നത് കറക്റ്റായിട്ടുള്ള എക്സ്ക്യൂസസ് അല്ല, അത് എന്തെങ്കിലും പറയണമല്ലോ, നമ്മൾ എന്ത് തോന്നുന്നു വിചാരിച്ച് പറയുന്ന കാര്യമാണെന്ന് കേൾക്കുന്നവർക്ക് അറിയാം. അപ്പം അങ്ങനെ എക്സ്ക്യൂസസ് പറയാതിരിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഏഴാമതായിട്ട് പറയാനുള്ളത് എക്സാഗ്രേറ്റഡ് എന്ന് വെച്ചാൽ എന്താ, പെരുപ്പിച്ച് പറയുക. അതായത് നമുക്ക് ഒരു കല്യാണത്തിന് പോകാൻ പറ്റിയില്ല, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണമായിരുന്നു, നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പോയ ഒരു കൂട്ടത്തിൽ ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം, പെണ്ണും ചെറുക്കനൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ല, വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ വ്യക്തി പറയും, അയ്യോ നീ കല്യാണത്തിന് വന്നിട്ടില്ലേ, കേരളത്തിൻ്റെ പുറത്ത് ഇതുപോലൊരു കല്യാണം നടത്തിയിട്ടില്ല, അത്ര സൂപ്പർ കല്യാണമായിരുന്നു, പെണ്ണും ചെറുക്കനും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു, നീ എന്ത് വഹിച്ചു, നിനക്ക് പോയി, എനിക്ക് ഭയങ്കര ലോസായിരുന്നു എന്ന് പറയും. അപ്പം ഈ സെയിം കാര്യം തന്നെ നമ്മൾ വേറൊരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുണ്ടായില്ല, നല്ലതായിരുന്നു, പെണ്ണും ചെറുക്കനും കുഴപ്പമില്ല. ഈ കാര്യത്തെ അങ്ങ് ഭയങ്കരമായിട്ട് ഊതി വീർപ്പിക്കും. ഇപ്പോൾ നമ്മളൊരു ട്രിപ്പിന് പോകുന്ന ആയിക്കോട്ടെ, നീ അപ്പോൾ ആ സ്ഥലം നമുക്ക് ട്രിപ്പിന് പോകാൻ പറ്റിയില്ല, അവരോട് ചോദിക്കുമ്പോൾ ഇതേ സെയിം ഇത് തന്നെ പറയും, നീ പോയില്ലെങ്കിൽ നിന്റെ ലൈഫിൽ നിനക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായത്, നീ അത് കാണേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര പെരുപ്പിച്ച് പറയും ഒരു കാര്യം. അതെന്തോ ആയിക്കോട്ടെ, നെഗറ്റീവായാലും പോസിറ്റീവായിട്ടുള്ള എല്ലാം അവർ ഭയങ്കരമായിട്ടും എന്താ പറയുക, പെരുപ്പിച്ച് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ അവരോടാണോ ചോദിച്ചത്, എന്നാൽ പകുതി ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് അവരുടെ മനസ്സിൽ വരും നമ്മളോട് ചോദിക്കുന്നു. അപ്പം അങ്ങനെ പെരുപ്പിച്ച് പറയാതിരിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഉള്ള കാര്യം ഉള്ളതായിട്ട് പറയുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മളെ അവർക്ക് ട്രസ്റ്റഡ് ആയിരിക്കും. എട്ടാമതായിട്ട് ലാസ്റ്റ് വണ്ണായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെൽഫ് അബ്സോർബ്ഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, അതായത് നമ്മളൊരു വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ സമയം ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ഭയങ്കര എന്താ പറയുക, അവരുടെ നേട്ടങ്ങളെക്കുറിച്ചും അവരുടെ വിശേഷങ്ങളായിരിക്കും മൊത്തം പറയുന്നത്. നമുക്കൊരു ഗ്യാപ്പ് പോലും സംസാരിക്കാൻ അവർ നമുക്ക് അവസരം തരാറില്ല. അവരുടെ കാര്യങ്ങൾ മൊത്തം നമ്മളോട് പറയും, നമ്മളത് ഫുൾ കേട്ടിരിക്കണം. നമ്മളത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ കോൺവെർസേഷൻ നിർത്തി അവരുടെ പാട്ടിന് പോകും. അതിനാണ് സെൽഫ് അബ്സോർബ്. കുറച്ചെങ്കിലും നമ്മൾ മറ്റുള്ളവരെയും കൂടെ കേൾക്കുന്നവരായിരിക്കണം. അവരുടെ കാര്യങ്ങളും കൂടെ കേട്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രം അവരോട് സംസാരിക്കാതെ അവരുടെ കാര്യങ്ങളും കൂടെ കേൾക്കാനുള്ളൊരു ഗ്യാപ്പ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആവും. ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിലൊന്നും പെർഫെക്റ്റ് അല്ല. എനിക്കും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ടൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, ടാറ്റ.